ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കാൽനൂറ്റാണ്ട് കാലമായി ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ വൈവിധ്യമാർന്ന പ്രബോധന പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്നു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. സെന്ററിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ, പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളടങ്ങിയ ഓൻ്റെ ബസ് ചാർജ് കൊടുക്കുകയാണെങ്കിലേ ചിലപ്പോൾ ഒപ്പം പോരൂ. ചിലർ ചോദിക്കും പൊറാട്ട വാങ്ങിത്തരികയാണെങ്കിൽ പോരാന്നൊക്കെ പറയലുണ്ട്. എൻ്റെ വണ്ടിക്കൂലി കൊടുക്കുകയാണെങ്കിൽ റിട്ടേണും കൂടി കൊടുക്കുകയാണെങ്കിൽ പോരാന്ന് പറയാറുണ്ട്. എന്നാൽ തന്നെ ചിലപ്പോൾ ഒപ്പം കൊണ്ടുപോയാൽ തന്നെ നമ്മളെ ദീനുൽ ഇസ്ലാം നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ ചൂടാകണോനാണെങ്കിൽ യാത്രയുടെ സുഖം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഒരാൾ അതിൽ നിപുണനായി തീർന്നാൽ മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ, പുണ്യവാനായ മാന്യനായ ഒരു സഞ്ചാരിയെ കൂട്ടാളിയായി കിട്ടിയതുപോലെയാകുന്നു. നമ്മളൊപ്പം എപ്പോഴും ഉണ്ടാവും. നിഴല് പോലെ ആയിരിക്കും സുഹൃത്തെ. നിഴല് ചിലപ്പോൾ നമ്മുടെ മുമ്പിലാകാം, നമുക്ക് നായകനാകാറുണ്ട്. ചിലപ്പോൾ നമ്മളെ പിന്നിൽ നിന്നും പ്രേരിപ്പിച്ചു തരാറുണ്ട്, നമ്മളെ പിന്നിലാകാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഒപ്പം നിൽക്കാറുണ്ട് പരിശുദ്ധ ഖുർആൻ. നമ്മളങ്ങനാണ്ട് അല്പം പിന്നോട്ട് പോയെങ്കിൽ ദീനുമായി മുന്നോട്ട് നടക്കാൻ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാകും. നമ്മൾ തെറ്റായൊരു കാര്യത്തിന് പോകുന്നുവെങ്കിൽ ഖുർആൻ നമ്മുടെ പിറകോട്ട് നിന്നിട്ട് നമ്മളെ അതിലേക്ക് പിൻവലിപ്പിക്കും. നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഖുർആൻ നമ്മോടൊപ്പം നിൽക്കുന്നതാണ്. ഒരു നിഴലിനേക്കാൾ ശ്രേഷ്ഠമായി പിന്തുടരുന്നൊരു കൂട്ടുകാരനെ പോലെ, ദീൻ ഉൾക്കൊള്ളുന്ന സന്മനസ്സുള്ളൊരു മനുഷ്യന്, ഏറ്റവും നല്ലൊരു സഹപ്രവർത്തകനെ പോലെ ഏതേത് മരുഭൂമിയിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടാലും ശരി, ഖുർആൻ എന്ന ഒരു കൂട്ടാളി, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാകുന്നു അല്ലാഹുവിൻ്റെ കലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സുഹൃത്തെ, ആലോചിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ. ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ കണ്ടെത്താറുണ്ട്. 4-5 പേപ്പറുകൾ ഒന്നിച്ചിരുന്ന് വായിക്കാറുണ്ട്. ചരമക്കോളം പോലും നമ്മൾ വായിച്ച് വയസ്സൊക്കെ തർക്കികളുണ്ട്. 64 എന്നാ, മറ്റിൽ 54 അബ്ദിയിൽ എന്താ അത് പേഴ്ചതാന്നൊക്കെ. സുഹൃത്തെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. എന്നാൽ വരാനിരിക്കുന്ന വൃത്താന്തങ്ങൾ ഉൾക്കൊള്ളുന്ന മുൻകഴിഞ്ഞ തലമുറകളുടെ നാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന, ചിത്രീകരിക്കുന്ന, പരലോകത്ത് എത്തിപ്പെടുന്ന സമയത്ത് അവിടെ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാകുന്ന, എന്നാൽ ദുഷ്പ്രവൃത്തിയുടെ ഫലമായി മുഖം കറുത്തുപോകുന്ന മനുഷ്യന്മാരെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന അവസ്ഥ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ വായിക്കുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ, ആരാണോ പാരായണം ചെയ്യുന്നത് പരലോകത്ത് അവന് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടി ഖുർആൻ ഉണ്ടായിരിക്കുന്നതാണ്. ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ, ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ, ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ, ഒരായത്തിൻ്റെ ഒരു കഷ്ണമാണ് ഓതുന്നതെങ്കിലും പരലോകത്ത് ശുപാർശക്കുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. സുഹൃത്തെ, ശുപാർശയുടെ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മളൊക്കെ വിചാരിക്കുന്നതാണെന്നോ അമൽ ചെയ്യണ്ട, പരമാവധി ശിർക്ക് ചെയ്യുക, ഖബറുങ്ങൾ പോകുന്നതിന് പകരം ഖബറല്ലാത്ത ജാറത്തുങ്ങൾ പോകുക, നിസ്കരിക്കേണ്ട ആവശ്യമില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല, തോന്നിയാസം ചെയ്തു പോയാലും കുഴപ്പമില്ല, അവിടെ ശുപാർശക്ക് ആളുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. സുഹൃത്തെ, അബദ്ധമാണ്, അപകടമാണ് ഒരിക്കലും. വലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റാ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാപം ഏറ്റെടുത്തുകൊണ്ട് ആ പാപങ്ങൾക്ക് പകരമായി ഒരാളുടെയും സൽക്കർമ്മങ്ങൾ തരികയില്ല. ശൈഖ് അവറുകളുടെ സൽക്കർമ്മങ്ങൾ ശൈഖ് അവറുകൾക്കാണ്. റസൂലുള്ളാഹിയുടെ സൽക്കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അത്തരത്തിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, പരലോകത്ത് ഞാനുണ്ടാകും എന്നാണ് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എന്തിനാ റസൂൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടത്? എന്തെങ്കിലും കാര്യം എങ്ങനെ നബിയെ നിസ്കരിക്കണ്ടേ, ഞാൻ അവിടെ ഉണ്ടാവും, അവിടെ വന്നാൽ മതി, എങ്ങനെ ഞങ്ങൾ സക്കാത്ത് കൊടുക്കണ്ടേ, അതൊന്നും കൊടുക്കണ്ടേ, ഞാനവിടെ ഗേറ്റും കണ്ടാവും,
എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളെ എങ്ങനെ ജീവിക്കേണ്ടത്, അത് ഞാനവിടെ ഉണ്ടാവും, ഞങ്ങൾ നിസ്കരിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അവിടെ ഉണ്ടാവും, ഒക്കെ അവിടെ ഉണ്ടാവും എന്ന് പറയില്ലേ. പക്ഷേ റസൂലിനോട് ചോദിച്ച സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടി രണ്ടായി ഭാഗിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായിക്കൊണ്ട് ഓരോ ചര്യയും ഭംഗിയായി പഠിപ്പിച്ചത് ചെയ്താലേ ഉണ്ടാകുള്ളൂ എന്നുള്ളതുകൊണ്ടാ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താ അറിയോ? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ, ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവിടെ ഉണ്ടാവും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ, ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ ഉണ്ടാവും എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ്. അതാ റസൂൽ ഓയി തന്നെ, അല്ല ഞാൻ അവിടെ ഉണ്ടാവും എന്നല്ല, റസൂലുള്ള ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ റസൂലുള്ളയുടെ ശുപാർശ എന്താണെന്ന് അവസാനം നമുക്ക് പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ അതാണ് ഉണ്ടാവുക, നമസ്കരിച്ചാൽ അതുണ്ടാകും, അതുപോലെ തന്നെ സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ അതുണ്ടാകും, സുന്നത്ത് നമസ്കരിച്ചാൽ അതുണ്ടാകും, സൽപ്രവർത്തി ചെയ്താൽ ഉണ്ടാകും, ഉമ്മാനെ നോക്കിയാൽ അതുണ്ടാകും, വാപ്പാനെ നോക്കിയാൽ ഉണ്ടാകും, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പുണ്യം പോലും ലഭിക്കും. അവയൊക്കെ ശുപാർശയായിട്ട് അവിടെ ഉണ്ടാവും. അല്ലാതെ ചെയ്യാത്ത അമൽ ഒന്നുമില്ല. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ മോശമെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ബാക്കിൽ വരുന്നുണ്ട്, മൂപ്പര് ഉഷാറാണ് എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ സുഹൃത്തുക്കളെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൂടി നടക്കാത്ത കാര്യമാണ്. പിന്നെ അല്ലേ നീതിയുടെ കോടതിയായ അള്ളാൻ്റെ പരലോകത്ത് ഇത് നടക്കുമോ? ഇല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക. പരലോകത്ത് ശുപാർശയായിട്ട് ഖുർആൻ ഉണ്ടാവും. അതിനെന്ത് വേണമെന്നറിയോ? ബാക്കിയുള്ളവർക്കും വേണ്ടി ഓതരുത്, ഞമ്മക്കും വേണ്ടി നമ്മൾ ഓതുക. അതുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ. മുമ്പ് കാലത്തോ കണ്ടില്ല ഞങ്ങൾ മുസ്ലിം സമുദായം ഖുർആനിൽ ഓതലില്ലായിരുന്നു. ഓതാൻ അറിയണൊരു 4 ആളുണ്ട്, അല്ലേ? ഓലെ കൊണ്ട് ഓദിക്കും, എന്നിട്ടോ ഓല ഓതും, ഓൽക്കൊരു പറ നെല്ലും കൊടുക്കും. പിന്നെ എങ്ങനെ ആലോചിച്ചു, ഓതിയ കൂലിയായി, ഒരു പറ നെല്ലുമായി പോയ അമ്മക്ക് എന്തുണ്ടായത്? ഒന്നുമില്ല. അങ്ങനെയാണ് പിന്നെ അവനാ അമല് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എല്ലാം കുറേയൊക്കെ അവനാൻ അമല് ചെയ്യുന്നിടത്തേക്ക് എത്താം. എനിക്കും വേണ്ടി 4 യാസീൻ ഓതുകൊണ്ടിട്ടോ, എനിക്കും വേണ്ടി 4 ജ്യൂസ് കുടിച്ചോട്ടോ എന്നാൽ എന്ത് വരെ ആരെങ്കിലും പറയലുണ്ട്. അവനാൻ്റെ ജ്യൂസ് അവനാൻ തന്നെ കുടിക്കണം, അവനാണ് ദാഹം മാറണമെങ്കിൽ. ഇതുപോലെ അവനാൻ ഓതണ്ട, അവനാൻ തന്നെ ഓതണം, വേറെ ആൾ ഓതിയിട്ട് കാര്യമില്ല. നമ്മൾ അമല് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. എന്തേ? നമ്മുടെ ഗുണത്തിനാണ്. അതല്ലേ സഹോദരന്മാരെ? ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും ചിലരെന്താ പറയുക അറിയോ? പിഴച്ചോലാന്നാ. സുഹൃത്തുക്കളെ, സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഇനി പഠിച്ചില്ലെങ്കിലോ ചിലർ വിചാരിക്കും എനിക്കതിനൊന്നും നേരമല്ല, എൻ്റെ ഈ ഇതൊക്കെപ്പാടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, ആ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഓവർ ഡ്യൂട്ടിയാണ്, ആ ഡ്യൂട്ടി ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഡ്യൂട്ടിയൊന്നും തോന്നണ്ടായിട്ടല്ല, ഡ്യൂട്ടി നമുക്ക് ഉള്ളതുണ്ടാവും. ശരിയാണ് സുഹൃത്തെ. എന്നാലും എന്താ അറിയോ, കുറച്ച് നമ്മളെ സമയം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ നുണറിഞ്ഞിരിക്കണം നേരമുണ്ടല്ലോ, വെറുതെ ആ നേരത്ത് കുറച്ചെങ്കിലും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എന്താ അറിയോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കുടുസായി മാറും, അനുഭവപ്പെടുന്നതാണ്. അല്ലേ? എത്ര ഉണ്ടായിട്ടും എന്താ മനസ്സിൻ്റെ ഒരു ഇടങ്ങേറ്, എന്തെന്നറിയില്ല, ആകപ്പാടെ കെട്ടിക്കുടുങ്ങിയ മാതിരി എന്ന് പറയല്ലേ, ഒരു കമ്പിക്കൂട്ട് കുടുങ്ങിയ മാതിരി. എന്നാതി എന്നൊക്കെ ഒരു മോചനം എന്നൊക്കെ നമുക്ക് തോന്നുണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊരു ബർക്കത്ത് കിട്ടണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു RT ഓഫീസിൽ നിന്ന് തെണ്ടിയാൽ കിട്ടണമല്ല, അല്ലേ? ചിലർ വിചാരിക്കണം ഷെയ്ഖിൻ്റെ കാലുമ പോയി മാന്തി വലിച്ച് അതിൻ്റെ കെഗ്യ വെള്ളമൊക്കെ കുടിച്ച അല്ല. ബർക്കത്ത് അവനാൻ്റെ ചോറ്റും പാത്രത്തിൽ തന്നെ ഉണ്ട്. അതിലോ വറ്റി കളയാതെ തിന്നാൽ മതി. കാലിൻ്റെ വീട്ടിലൊന്നും പോയി വലിച്ചണ്ട. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും നോക്കിയാൽ കൂലിയിട്ടും ബർക്കത്തുണ്ട്. ഭക്ഷണം അളന്നെടുത്താൽ ബർക്കത്തുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു വാങ്ങണമല്ല, അത് അള്ളാഹ് നമുക്ക് തരുന്നതാ. മഴ ബർക്കത്താണ്, അത് പൊതിഞ്ഞു വാങ്ങല, അത് നമുക്കിങ്ങനെ വർഷിപ്പിച്ച് തരില്ല. ഇതുപോലെ അനുഗ്രഹം നമുക്ക് നിഅമത്ത് നമുക്ക് തരും, ബർക്കത്ത് നമുക്ക് തരും, നിഅമത്തും ബർക്കത്തും നമുക്ക് തരും. അതെന്താ അറിയോ? തരാൻ അർഹമായി നിൽക്കണം. റസൂലിൻ്റെ കാലത്ത് സത്യനിഷേധികൾ നശിപ്പിക്കാൻ നേരത്തെ അള്ളാഹ് മലക്കുകളെ ഇറക്കി കൊടുത്തു ബർക്കത്തിന്, അല്ലേ? പോലെ കഴിച്ചിലാക്കി. ആ മലക്കുകൾ ഇന്നും അള്ളാൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെന്താ ഇറക്കാൻ പറ്റിയൊരു സ്ഥലം കാണണ്ടേ, ഇറക്കാൻ പറ്റിയൊരവസ്ഥ കാണണ്ടേ, എന്നാലല്ലേ ഇറക്കി തരുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലവരാകുക അല്ലാതെ വേറൊരു മാർഗവും അതിനില്ല. എല്ലാം അള്ളാഹുവിൽ വിധി അർപ്പിച്ചുകൊണ്ട്, വിധി ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന സൽക്കർമ്മം ചെയ്യുന്ന ആളുകളാകണം. അപ്പോൾ നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നു പോയാൽ നമ്മൾ ഇഹലോകത്ത് വെച്ച് തന്നെ ഒരു മനസ്സിനാകെ ഇടങ്ങേറാവും. ഞാൻ എന്താ ചെയ്യുക, എന്താണ് എൻ്റെ തലപ്പിരാന്ത് എന്നൊക്കെ പറയും. തലപ്പിരാന്ത് കടിക്കണം എന്നൊക്കെ പറയാറില്ലേ? തലപ്പിരാന്ത് കടിക്കണമെന്നല്ല, നമുക്ക് ദീനായിട്ടൊരു ബന്ധമല്ല. മറിച്ച് അള്ളാഹ് ഇങ്ങനെ വിശാലത ഇങ്ങനെ തരും, നമ്മളെ മനസ്സുകൾക്ക് എല്ലാം ഉൾക്കൊള്ളാനും തലച്ചോറുകൾക്കൊക്കെ എന്തും സഹിക്കാനും
എന്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ തരും. അതൊക്കെ തരണമെങ്കിൽ ഒരു ബർക്കത്ത് അത്തരത്തിൽ വേണം. ഇനി നോക്കൂ നിങ്ങൾ, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ കണ്ണ് കാണുന്നവരാണ്. കണ്ണ് നമുക്ക് എല്ലാം കാണുന്നുണ്ട്. ആരാൻ്റെ കുറ്റമൊക്കെ നോക്കാൻ നിന്നാൽ പഠിച്ചോനെ ടെലസ്കോപ്പ് തന്നെ ആവശ്യമില്ല. അതിനേക്കാൾ കൂടുതലായി ഇവിടെ നിൽക്കണ ഭർത്താവ് ഭാര്യ, നാട്ടിൽ നിൽക്കണ ഭാര്യൻ്റെ കുറ്റം തെരഞ്ഞ് അവസാനം രാത്രി 1:45 പുരൻ്റെ വാതിലിൽ നിന്ന് മുട്ടുക. കാരണം അവളെ സംശയിച്ചിട്ട് അത്രത്തോളം കണ്ണ് നോക്കിയുണ്ട്. ഈ നടക്കണ നമ്മളുണ്ടല്ലോ, നമ്മളെ കണ്ണ് കാണാതെ പരലോകത്ത് ചെല്ലുന്ന എന്താ സുഹൃത്തെ? കണ്ണുകൊണ്ട് കുത്തിയിട്ടല്ല, ആരെങ്കിലും ബോംബിട്ടിട്ടല്ല. എന്താ ഒരൊറ്റ കാരണമാണ്. എന്താ ഖുർആൻ പറയും, വനശ്റുഹു യൗമൽ ഖിയാമത്തി അഅമാ. അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും മകന്നു പോയാൽ അവനെ നാം പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അന്ധനായി കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നതാണ്. കണ്ണ് കാണൂല. നമ്മളിങ്ങനെ പറയും, പഠിച്ചോനെ കണ്ണ് കാണില്ലല്ലോ, എവിടെ ഇതൊക്കെ എന്താ, ആരാ ഇവിടെ എന്താ കഥ, എനിക്ക് കണ്ണ് കാണില്ലല്ലോ. എന്താ സുഹൃത്തെ, ഇവിടെ കണ്ണ് കാണാത്തവൻ ആദ്യമായിട്ട് കണ്ണ് ഇറക്കുമ്പോൾ അള്ളാഹിനെ കാണുക. വിശ്വാസിയായ ഒരു മനുഷ്യൻ അന്ധനായ ഒരാളാണെങ്കിലേ ഓൻ കണ്ണ് തുറക്കുമ്പോൾ തന്നെ അള്ളാഹിനെ കാണുക എന്നാ. ഇത്ര വലിയ സൗഭാഗ്യം വേറെന്താ കിട്ടാൻ? ചിലരൊക്കെ ആലോചിച്ചിട്ടുണ്ട് കണ്ണില്ലാതെയാകുക നല്ല. എന്നാ എന്താ അറിയോ, പൗതിയല്ല 3/4 ഒഴിവാകും. ചെവിയും കൂടി ഇല്ലെങ്കിലോ 100% ചൊവ്വാവും എന്നുള്ളിടത്താണ് ആളുകൾ നിൽക്കണേ. കാരണം ആരാൻ്റെ കുറ്റം കേൾക്കണം, വേണ്ടാത്ത കാണുന്ന റൂമിലൊക്കെ ഇരുന്ന കാഴ്ച അള്ള തന്നതുകൊണ്ടാകാം നമ്മളെ ജീവിതത്തിൻ്റെ ഒക്കെ ഉള്ള അമൽ നിസ്കരിച്ച് ജമായത്ത് കഴിഞ്ഞ് എന്നാൽ പോലും ചിലപ്പോൾ കാണാൻ പാടില്ലാത്ത കണ്ടിരിക്കും. വേറൊരു ദീനിയായ ഒരുത്തുണ്ടെങ്കിൽ നമുക്കൊരു വിഷമമാണ്. അള്ള വിഷമം നമുക്ക് അറിയലില്ല. പടച്ചോൻ കാണും, പടച്ചോൻ അറിയും എന്നൊന്നുമില്ല. ആ ചങ്ങായി വരുന്നുണ്ട് പൂട്ടിക്കളി എന്നാണ് പറയുക അല്ലേ. ആ ചങ്ങായി എല്ലാം കുറിച്ച് വെക്കുക. ഓനോട് ഇപ്പം ഇനി കുറിച്ചിട്ടില്ലെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. പക്ഷേ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമുകൾക്ക് അതിൻ്റേതായ സ്ഥാനം നൽകുന്നില്ലെങ്കിൽ നമ്മൾ അന്ധരായിക്കൊണ്ട് കണ്ണ് കാണാത്തവരായി പരലോകത്ത് പുനർജനിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പിശാച് കൂട്ടാളിയാവും. ചെകുത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് സൽക്കർമ്മത്തിന് മുതിർന്നാലും ഓനെ ബുദ്ധിമുട്ടിക്കുക, സമാധാനത്തോടു കൂടി പോണൊരുത്തനെ കണ്ടാൽ ഓനെ ടെൻഷനാക്കുക. ഇതൊക്കെ ചെകുത്താൻ്റെ പണിയാണെന്നാണ്. അതിനെന്താ അറിയോ, നമ്മൾ ചങ്ങായിയായി ഇരുത്തിക്കരുത്. ഇരുത്തിക്കാനൊരു കാരണം എന്താ അറിയോ, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൽ നിന്ന് പിന്മാറിയാൽ അവന് നാം ചെകുത്താനെ കൂട്ടാളിയായി കൊടുക്കും. അവന് ഞാൻ യഥാർത്ഥത്തിൽ അതിൻ്റേതായൊരു ബന്ധം നൽകുന്നതാണ്, കൂട്ടാളിയാക്കി മാറ്റുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൻ്റെ കാര്യം നമ്മുടെ ഹൃദയത്തിലില്ലാത്ത ഒരുത്തനാണെങ്കിൽ പൊളിഞ്ഞൊരു വീട് പോലെയാവുന്ന. നമ്മളൊരു പഴയ പെരെടുത്തു, എന്തേ കാരം കഥ, പാർക്കണമെങ്കിൽ ഒരു പെരൻ്റെ പണി അയിമെടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ അല്ലേ. ഒന്ന് ഉത്തരം ചോക്കാക്കുമ്പോൾ അതൊരു കൗക്കോല് പണി, കൗക്കോല് ശരിയാക്കുമ്പോൾ അതൊരു പട്ടിക കൊഴിഞ്ഞാൽ, പട്ടിക വീണാൽ ഓട് ചാടും. അങ്ങനെ അവസാനം എന്താവും, ഒരു പുരൻ്റെ പണി നമ്മളതിമെടുക്കണം. യഥാർത്ഥത്തിൽ നമ്മളെ ഹാർട്ടുണ്ടല്ലോ, ഹാർട്ട് സുരക്ഷിതമാകാൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, അതൊക്കെ അള്ളാൻ്റെ അടുത്ത് നിന്ന് വരുന്ന രോഗങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ നന്നാകാനായിരിക്കാം 3 ചാൻസൊക്കെ തരുന്നുണ്ടല്ലേ നിങ്ങൾ, ഒന്നുമില്ല എങ്ങനെയും നന്നായിക്കോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു പരീക്ഷണമൊക്കെ ആകാം. അപ്പോൾ അത് അള്ളാൻ്റെ അടുത്ത് നിന്ന് വരുന്ന നമ്മളെ മനസ്സിനൊരു സമാധാനം കൊടുക്കാനും. അതുപോലെ തന്നെ റസൂലുള്ള പറയുക, ഖുർആൻ നമ്മളെ മനസ്സിലില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മറ്റേയാൾ പ്രസംഗം ഇയാൾ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ ഓർത്തു വെക്കലുണ്ടല്ലോ. ഇന്ന അടുത്ത് ഇങ്ങനെ സലാത്തിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുന്നൊക്കെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടല്ലോ. പക്ഷേ അള്ളാൻ്റെ ഖുർആൻ അത് വിശദീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമ്മളെ മനസ്സിലില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നറിയോ, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനുള്ളിൽ ഖുർആനിൽ നിന്ന് അല്പം പോലുമില്ല എങ്കിൽ കൽ ബൈത്തിൽ ഖരീബ്, തകർന്നു വീഴാറായ ആൾതാമസമില്ലാത്തൊരു വീട് പോലെയാണ്. ആൾതാമസമില്ലാത്ത എല്ലും കോലിയായി വേർപെട്ട് അതിൻ്റെ ഉള്ളിൽ ക്ഷുദ്രജീവികളും പാറ്റിയും പല്ലിയും കൂറിയും കോട്ടരമിയും പാമ്പും തേളും എല്ലാം കൂടി വന്ന് നിറഞ്ഞിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഒരു ബീരപ്പൻ്റെ കാട്ടുക്ക് എന്നതിനേക്കാൾ മോശമായിരിക്കുന്ന. നമുക്ക് തന്നെ വിചാരിക്കല്ല എൻ്റെ മനസ്സെന്താ അങ്ങനെയായതെന്ന്. ചിലർ സ്വന്തം ചോദിക്കലുണ്ട്, എങ്ങനെയാണ് ഞാൻ അങ്ങനെയായത്. നേരെ തിരിച്ചുണ്ടായാലുണ്ട്, അതിനേക്കാൾ ഇരുട്ട് ബാധിച്ച് നടന്ന ഞാൻ എങ്ങനെയായത് എന്ന് സ്വന്തം നന്നായവരുണ്ട്, കേടൊന്നു പോണവരുണ്ട്. ഒരു കാരണം എന്താ, നിങ്ങൾ
ഖുർആൻ ഒരു സുരക്ഷിത വലയാണ് നമ്മളെ മനസ്സിന്. അതിൽ ദുഷ്ചിന്തകൾ കടന്നു ചെല്ലാൻ എന്താ ശിർക്ക് ചെയ്തൂടെ എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി ഖുർആനായത്തോ ഒന്നും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലില്ല. ഇയ്യാക്കനഅബ്ദു ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കി വെച്ചാണ് നിന്നെ ആരാധിക്കും നിന്നൊരു സായതാണ്, നിന്നെ ആരാധിക്കും നിന്നൊരു സായതാണ്. അങ്ങനെ അർത്ഥം പഠിച്ചു വെച്ചാൽ പിന്നെ മനസ്സിൽ അത് തന്നെ നിൽക്കുള്ളൂ. ഇയ്യാക്കനഅബ്ദുവിൻ്റെ അറബിയല്ല നിൽക്കുക, അതിൻ്റെ മലയാളം നിൽക്കുക. എന്താ അത് വലിയ പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അതിൽ നമ്മൾ നിലനിൽക്കണം. ഹാഫിളായ ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ശിർക്ക് ചെയ്യാൻ കഴിയൂല അർത്ഥം മനസ്സിലായിക്കണമെങ്കിൽ. പിന്നെന്താ അറിയോ, ശിർക്ക് ചെയ്യാൻ വേണ്ടി ഹാഫിളായാലോ, ശിർക്ക് ചെയ്യാൻ വേണ്ടി സ്വലാത്തിൽ തുടങ്ങിയാലോ ഇസ്ലാമിൻ്റെ തേജസ്സും ഇസ്ലാമിൻ്റെ ഐശ്വര്യമൊന്നും ആസ്വദിക്കാൻ കഴിയൂല. നമ്മൾ ഏത് പ്രവർത്തിക്കാണോ നമ്മൾ ഒരുങ്ങുന്നത് അതിൻ്റേതായ ഉപദ്രവം നമുക്കുണ്ടാവുന്ന. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പരലോകത്തെത്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് റസൂൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നോക്കൂ നിങ്ങൾ. കഅന്നഹും ഹുംറും മുസ്തൻഫിറാ ഫറത് മിൻ ഖസ്വറാ. പരിശുദ്ധ ഖുർആനിനെ ആദരിക്കാതെയും ഖുർആനോദായും ഖുർആനില്ലാതെയും പരലോകത്ത് ചെന്നാൽ അവസാനം സംഭവിക്കുന്നത് എന്താണെന്നല്ലേ? വിശന്ന് വലഞ്ഞ ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കഴുതയെ പോലെ ആയിരിക്കും നിങ്ങൾ. നമ്മളോട് പറയാ, വിശന്ന് വലഞ്ഞ ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ മുമ്പിൽ തളർന്നുപോയ ഒരു കഴുത തൻ്റെ ജീവൻ വേണ്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയം സിംഹമതാ കടിച്ചു മാന്താൻ വരുന്നു, ഓടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഈ തരത്തിലുള്ള അവസ്ഥ പരലോകത്ത് സംഭവിച്ചു പോകുന്നതാണ് എന്ന് റസൂലുള്ള പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നു. അവസാനമായി ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, പരലോകത്ത് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ചര്യ ഉണ്ടാകുമെന്ന്, പരലോകത്ത് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ശുപാർശ ഉണ്ടാകുമെന്ന് ധരിച്ചുപോയ മനുഷ്യന്മാരുണ്ട് സുഹൃത്തെ. സത്യമാണ്, ശുപാർശയുണ്ടാകും. എന്നാൽ റസൂലുള്ള പറയുന്ന നടത്തുന്ന ഒരു ശുപാർശയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണെന്നല്ലേ? മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് വാർഷികമൊക്കെ നടത്തിക്കൊണ്ട് സ്വലാത്തിന് വേണ്ടി ജീവിച്ച, സ്വലാത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി പോലും സ്വലാത്ത് ചെല്ലുന്ന ആളുകളായ നമ്മളുണ്ടല്ലോ, അവസാനം റസൂൽ നമുക്കെതിരെ നിൽക്കും എന്നാണ്. കാരണം ഒരൊറ്റ കാരണമാണ്. വഖാലർ റസൂൽ, മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാഥാ, എൻ്റെ സമുദായമാണ് ഈ കടന്നു വരുന്നത്, അവർ ഈ ഖുർആനിനെ പറകോട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യം മനസ്സിലായില്ലേ? നബി ശുപാർശ നടത്തുന്നു. എന്താണ് ശുപാർശ എന്നല്ലേ? എതിർ ശുപാർശയാണ് ഇവിടെ നടത്തുന്നത്. അനുകൂല ശുപാർശ നടത്തും. ഖുർആൻ പഠിക്കണം, ഖുർആനുമായി ബന്ധം പുലർത്തണം. എന്നാൽ മുഹയ്യിദ്ദീൻ മാല പഠിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കുന്നവനായി തീർന്നാൽ അതിന് വേണ്ടി തൻ്റെതായ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു എന്നോർക്കുക. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സ്ഥാനം കണ്ടുകൊണ്ട് ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠിച്ചാൽ റസൂലുള്ള അനുകൂലമായി ശുപാർശ പറയും. റസൂൽ പറയുന്ന ശുപാർശയാണ് കേട്ടത്. ചിലർ വിചാരിക്കേണ്ട മുത്തുനബി ശുപാർശ നടത്തും, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായാലേ നമ്മളവിടെ ഉണ്ടാവും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാ. റസൂലുള്ളാഹി പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനാണ് ബോധ്യപ്പെടുത്തുന്നത്. റസൂൽ പറയും, എൻ്റെ സമുദായമാണ് ഈ കടന്നു വരുന്നത്, ഖുർആനിനെ അവർ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എങ്ങനെ സുഹൃത്തെ ഖുർആനെ വലിച്ചെറിഞ്ഞ്? ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട്. ഓരോ രണ്ടോ ആയത്തുകൾ ഓതിക്കൊടുത്താൽ പറയും, ആ ആയത്തല്ലേ അത് നസ്ഖായ ആയത്താണ്. പിന്നെ ഖുർആനായത്ത് ഓതിക്കൊടുത്താൽ ചിലർ പറയും, അതൊക്കെ ഖുർആനായത്തല്ലേ, ഇസ്ലാമിലെ ദലീലല്ലല്ലോ. സുഹൃത്തെ, ഇപ്പോൾ അതാ കേൾക്കാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ ചില സഹോദരങ്ങൾ ഇങ്ങോട്ട് പറയുന്നു, ആ ആയത്തുകളൊക്കെ മക്കാ മുശ്രിക്കുകൾക്കുള്ളതല്ലേ, മക്കാ മുശ്രിക്കുകൾക്കുള്ളതല്ലേ, മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കുള്ളതല്ലോ
എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ആലോചിക്കുക, പരിശുദ്ധ ഖുർആനിനെ ഇതിലേറെ വലിച്ചെറിഞ്ഞവർ ആരാണ്? നമ്മളല്ലാതെ. നമ്മൾ വലിച്ചെറിഞ്ഞു. ഖുർആനിലെ വിധി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഖുർആൻ്റെ ഏറ്റവും വലിയ വിധിയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നുള്ളത്. അത് പങ്കു ചേർത്തേ അടങ്ങൂ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ നടക്കണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആരെങ്കിലും ചെല്ലുന്ന കേട്ടാ വിചാരിച്ചോളി ഒരു ശിർക്ക് ചെയ്തിട്ടാ അത് ചെല്ലാൻ മെനക്കെടണത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചെല്ലിയ അത് കഴിഞ്ഞാൽ ഒരു ശിർക്കിന് മെനക്കെടുകയാണ്. അള്ളാനെ പൊട്ടീസാക്കാൻ, അള്ളാനെ പറ്റിക്കാനല്ലേ നമ്മൾ മെനക്കെടണത്. എങ്ങനെ? സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരാണ്. എഴുതി വെച്ചിരിക്കണ എവിടെയാണ് നിങ്ങൾ? സിഗരറ്റിൻ്റെ പാക്കറ്റുമേ. വലിച്ചാൻ പോണവനാണ്. എന്നാലോ ഓനുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുക. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലിങ്ങാണ്ടാണ് എന്ത് ചെയ്യണത്? ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് അള്ളാഹിൽ പങ്കു ചേർക്കുക. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലാതെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാക്ക് അതിൻ്റെതായ സ്ഥാനം നമ്മൾ കൽപ്പിച്ചു. ഷിർക്ക് ചെയ്താൽ അള്ളാഹിൻ്റെ അടുത്ത് നമുക്ക് പുറത്തു തരൂല്ല, നരകം കിട്ടും. ബാക്കിയുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. പക്ഷെ എന്താ പറയുക, അള്ളാഹിൻ്റെ ഖുർആൻ അത് ഏറ്റവും വലിയ മാനദണ്ഡമാണ്. അത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ്. തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ ചോദിക്കുക, ഇജെന്താ ഖുർആൻ അനുസരിച്ചാണോ ജീവിക്കണത്? ഞാൻ ഇന്ന മദ്ഹബിൻ്റെ ആളാണ്, ഞാൻ ഇന്ന മദ്ഹബിൻ്റെ ആളാണ്, ഞാൻ ഇന്ന ഇമാമിൻ്റെ പിന്നാലെയാണ്, ഞാൻ എൻ്റെ ഇമാമിൻ്റെ മുന്നിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഖുർആനെ വലിച്ചെറിഞ്ഞതിന് തുല്യ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണം ലഭിക്കുന്നതാണ്. അല്ലേ? ആട്ടിടയനായ ഉഖ്ബത്തിൻ്റെ ആട്ടിടയനായി ജീവിച്ചിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ആട്ടിടയനായൊരു പഠിച്ചു. ചിലർ വിചാരിക്കും ആട് നോക്കി നടക്കണം, ഞാൻ എങ്ങനെയാണ് പഠിക്കുക? ആട്ടിടയനായ ആ മനുഷ്യനാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഖുർആൻ കേൾക്കാൻ വളരെ താല്പര്യം. ഇന്ന് ഖുർആനായത്ത് ഓതാൻ തുടങ്ങിയ അപ്പോഴാണ് ചിലർ വേദിക്ക് ചോദ്യം കൊണ്ട് കിടക്കുക. എന്താ അറിയോ? ഖുർആനായത്തും നാട്ടിൽ കേൾക്കരുത് എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ ആയത്ത് നോക്കൂ നിങ്ങൾ, റസൂലിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ഹഖനസ്, അബൂ സുഫിയാൻ, അബൂ ജഹൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു. അങ്ങനെ റസൂലുള്ള ഓതുന്നുണ്ട്, കുറേ ആൾ കേൾക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചു ഒരാളും അത് കേൾക്കാൻ പോകരുത്. ഉടനൊക്കെ എഴുതി ഒപ്പിട്ടു. കഴിഞ്ഞ് രാത്രി അഖനസ് ചിന്തിക്കണം, എല്ലാവരും അത് കേൾക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് മൂപ്പരും എല്ലാം ഇറങ്ങി. അത് കഴിഞ്ഞ് അബൂ സുഫിയാനും ഇതേ സമയത്ത് പൊരിയിലിരുന്ന് ചിന്തിക്കണം, എന്താ പറയുക, എന്തെങ്കിലും അതിലില്ലാതെ പാളുകൾ ഇപ്പം അതിന് പോകുമോ? മൂപ്പരും മെല്ലിയാണ് ഇറങ്ങി. അതേ സമയമാണ് അഖനസും അബൂ സുഫിയാൻ അബൂജഹലും ചിന്തിക്കണേ, എന്തെങ്കിലും കേൾക്കാം. നബിൻ്റെ ഓത്തൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം വെളുത്തണേ. നിങ്ങളെന്തേ അഖനസേ ഇവിടെ? ഞാൻ നിങ്ങൾ വന്നണോ നോക്കാൻ. നിങ്ങളോ? ഞാനിങ്ങനെ വന്നണു, നിങ്ങളൊക്കെ വരുമോ എന്നൊരു സംശയം ഉണ്ടായിന്. അതിനോട് പോന്നാ. മൂന്നാളും പറഞ്ഞു, ഇനി മേലിൽ നമ്മൾ മൂന്നാളും ഇവിടെ വരരുത്. ഇതൊക്കെ എന്ത് തീരുമാനിച്ചിട്ട് എന്തിനാ ഞങ്ങളോട് പോന്നു എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തറം. ഒക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും റസൂൽ ഓതാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അഖനസ് ചിന്തിക്കുക, അങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് എന്തായാലും ആരും അവിടെ ചെല്ലലുണ്ടാവില്ല. മൂപ്പരിറങ്ങി. അഖനസ് അതേ നേരത്തെ അബൂ സുഫിയാനും അതേ നേരത്തെ അബൂജഹലും ഓലെ ഇറങ്ങിപ്പോയി. കേട്ട് റസൂലുള്ള ഓതിക്കഴിഞ്ഞപ്പോഴേ നേരം വെളുത്തു. എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂന്നാളുടെ. ഇജെന്തേ പോന്നു? ഒന്നുമില്ല, ഞാൻ പോന്നത് എന്താണ്, നിങ്ങൾ പോരോ എന്നൊരു സുഹൃത്തെ. ആരായത്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. നമ്മളൊരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആദ്യം പറഞ്ഞതിനൊക്കെ ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കല്ലേ എന്നേ. ഇപ്പം അത് മാറി എല്ലാവരും ഖുർആൻ ക്ലാസ്സായി. ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ വല്ല വേറെന്തെങ്കിലും വല്ല പിന്നെ നാട്ടിൽ നിന്ന് വന്ന എല്ലാവരും കൂടി അവതരിപ്പിക്കണം വല്ല ഈദ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ ഈദൊക്കെ ആക്കിയാണ്ട് ആഘോഷമാക്കി മാറ്റലുണ്ട്. ഇസ്ലാമിൻ്റെ ഒക്കെ നിയമങ്ങളൊക്കെ. അങ്ങനത്തെ വല്ല പാട്ടോ അല്ലെങ്കിൽ പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും പറയുന്നെ വേണ്ട. ഇങ്ങനത്തെ ചിലപ്പോൾ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നമ്മളെ ചെവിക്കൊണ്ട് എത്തിയിട്ട് നമ്മളെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് കൽബിലൊക്കെ ഉറച്ച് അതൊക്കെ നിജത്തൊക്കെ എടുക്കണമെങ്കിൽ എത്രങ്ങാനും നേരം വേണമെന്നറിയങ്ങൾ. എന്നാലോ ബാക്കിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തോന്നി നമുക്ക് ആരും വിവരം അറിയിക്കണ്ട. ഇനിയിപ്പോൾ ഒരു ക്ലാസ്സിലുള്ള വിവരം നമ്മൾ അറിയിച്ചാൽ തന്നെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അറിയിച്ചാൽ തന്നെ നമ്മളെന്താ പറയുക, ഞാനത് ഓർമ്മീന്ന് വിട്ടു. അതാണ് ഓർമ്മയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ വിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുത്തം ബോധം കെട്ടിടക്കണെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൻ ചോദിച്ചോളൂ, അതിന് മാത്രമൊക്കെ ബോധം, കെട്ടിടക്കാൻ മാത്രമൊക്കെ ബോധം ഇന്ന് നാട്ടിൽ ആർക്കാണുള്ളതെന്ന് ചോദിച്ചു പറഞ്ഞു. അതേപോലെ ഇത് ഓർമ്മയിലുണ്ടെങ്കിലല്ലേ ഇത് വിടാൻ പറ്റുള്ളൂ. ഓർമ്മയിൽ അത്രയും നമുക്കില്ലല്ലോ, നമ്മളില്ല എന്നല്ലോട്ട് പറയണത്. ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും ആളുകൾ ഓരോ ക്ലാസ്സുകൾക്കും എത്തിച്ചേരുന്നു. 50, 60, 70 വീണ്ടും ലേൺ ദ ഖുർആൻ എന്ന് പറഞ്ഞൊരു പദ്ധതി വെച്ചപ്പോൾ അതിലേക്കും കുറേ ആളുകൾ പേര് കൊടുക്കാനും സെപ്റ്റംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങാനും ഒക്കെ റെഡിയായ ആളുകൾ
വന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ പഠിക്കാനുള്ള താല്പര്യമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ഖുർആനോട് താല്പര്യം. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരിടത്ത് ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ ബർക്കത്ത് എങ്ങനെ ഇറങ്ങണം. വെറുതെ ചിലർ ദിക്ർ ഹൽക്ക എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂടിയിട്ട് കോയിൻ ബോക്സ് നടുക്ക് വെച്ചിട്ട് ₹1 ഇട്ട് ദിക്റിയലിന് ഏർപ്പാടുണ്ട്. അത് വലിയ ഹൈറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. റസൂൽ അങ്ങനെയാണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്ടി ഉണ്ടാവില്ല, ചെല്ലണ നമ്മളും ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, ഇത് അത്തരത്തിലുള്ള ദിക്റല്ല. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു സദസ്സിലിരുന്ന് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ശ്രേഷ്ഠമായ ഹൽക്കയാണ് ഇന്ന് എന്തായത് ദിക്ർ ഹൽക്ക. അത് ബിരിയാണി ഹൽക്ക, പത്തിരി ഹൽക്ക, ഇറച്ചി ഹൽക്ക, കോഴി ഹൽക്ക ഒക്കെ ആയി മാറിയത്, പിരിവൽക്കൊക്കെ ആയത്. റസൂലിൻ്റെ കാലത്ത് അത് ദിക്ർ ഹൽക്കയായിരുന്നു. ഇന്ന് അത് പല കോലത്തിലും പല രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പഠിക്കുന്നൊരു സദസ്സാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു, അവർ അത് പഠിക്കുകയും ചെയ്യുന്നു. ബൈനഹും ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അവരുടെ മേൽ സമാധാനം വർഷിച്ചിട്ടല്ലാതെ അവരത് പഠിക്കുന്നില്ല. വഗശിയത്തുഹും അർറഹ്മ, ബർക്കത്ത് അനുഗ്രഹം അവരുടെ മേൽ പൊതിയും. വഹഫത്തുഹും അൽ മലായിക, അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ അവരെ പൊതിയുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലിരിക്കുന്നവരോട് അള്ളാഹു പറയും, അഥവാ ഇവരവിടെ ഖുർആൻ പഠിക്കുന്നു, നമ്മളെ പേരൊക്കെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് കീഴെ പറവയുടെ ചിറകിനുള്ളിലായി ആനന്ദ നൃത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന, ആനന്ദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും ഒക്കെ ആത്മാക്കളുണ്ടല്ലോ, അവരോടൊക്കെ തന്നെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നതാണ്, അവരൊക്കെ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. നമ്മൾ വെറുതെ കൂടിയിരുന്ന് ആര് നോണറിഞ്ഞാൽ ഉള്ള കൂലിയും കൂടിയും പോവുകയാണ് അല്ലേ. പകരം നമ്മളൊരിടത്ത് കൂടിയിരുന്നിട്ട് ഒരാൾ വായിച്ചിട്ട് ഒരു റൂമിൽ മതി സുഹൃത്തെ. എല്ലായിടത്തും ചിലപ്പോൾ സെൻറ്ററിന് റൂം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങളെ റൂമിൽ കഴിഞ്ഞ് വന്ന് രാവിലെയെങ്കിലും ഒരാളൊരു തഫ്സീർ എടുത്ത് വായിച്ചാൽ നമ്മൾ ആ റൂമിന് ഒരു ബർക്കത്ത് ഉണ്ടാവും. അല്ലാതെ അവിടെ ഇങ്ങനത്തെ ചോറും വെയ്യും ഏർപ്പാടുണ്ടാക്കിയോണ്ട് മാത്രമായില്ല അവിടെ നമുക്കൊരു ഹൈറ് കിട്ടുക. ആ ഹൈറിൽ ഒരുമിച്ച് കൂടി ഒരവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന, പടച്ചോനെ നമ്മളെക്കുറിച്ച് പറയണതേ, പടച്ചോൻ നമ്മളെക്കുറിച്ച് എല്ലാ നേരത്ത് പറയും, വടക്ക് കെട്ടോൻ വല്ലാത്തൊരു ചെറുക്കൻ മനുഷ്യൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതല്ല പറയണേ, എൻ്റെ ഒരു അടിമ അവിടെ ഖുർആൻ പഠിക്കുകയാണ് എന്ന് പറയുന്നു. നമ്മുടെ സമയം ഇതിനു വേണ്ടി വിലപ്പെട്ടതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവൂലേ. എന്നാൽ അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. റസൂലുള്ള പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇസ്ലാഹ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇസ്ലാഹ സആഅത്ത്, പടച്ച തമ്പുരാനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ മണിക്കൂറുകൾ നല്ലതാക്കി മാറ്റാൻ നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വൽ ബർക്കത ഫിൽ ഔഖാത്ത്, സമയങ്ങളിൽ അങ്ങേ അറ്റത്തെ അനുഗ്രഹം എനിക്ക് നൽകുന്നതിന് വേണ്ടിയും. നമ്മളെള്ള സമയം നല്ലതാക്കാൻ അള്ളാഹിനോട് വേർക്കാൻ നമ്മൾ നല്ലതാക്കി മാറ്റും ചെയ്യാം. പഠിച്ചോനെ എൻ്റെ നേരം നല്ലതാക്കണേ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ടി വിൻ്റെ മുമ്പിൽ കുത്തിർന്നാൽ ടി വിൻ്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കണ്. അല്ലാതെ വീഴാൻ ഒരു നേരം വേണ്ടേ, നീച്ചു പോയ നേരം അതിൻ്റെ മുമ്പ് തന്നെ ഇരിക്കല്ലേ 24 മണിക്കൂറും. പിന്നെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് പോയ സമയമുണ്ടോ? അപ്പോൾ നമ്മൾ ഉള്ള സമയം നല്ലതാക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെ സമയം ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അള്ളാഹ് ഈ മാർഗത്തേക്ക് നമ്മളെ തിരിച്ചുവിടും. എന്നിട്ട് പ്രാർത്ഥിക്കണം, വൽ ബർക്കത ഫിൽ ഔഖാത്ത്, സമയത്തിൽ നാദാ നീ ബർക്കത്ത് നൽകുകയും ചെയ്യും. ഒഴിവ് സമയം കിട്ടണം. ചിലർക്ക് ഒഴിവില്ലല്ലോ, ഒഴിവ് കിട്ടും. അത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അതിൻ്റേതായ അനുഗ്രഹമൊക്കെ കിട്ടും. ഒഴിവ് കിട്ടിയാൽ പിന്നെയോ ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുക്കാമെന്നറിയില്ലേ, അതേപോലെ ആകരുത്. ലീവ് നമ്മളെ ഒഴിവ് സമയം കിട്ടിയാൽ ആ ഒഴിവ് സമയത്തിന് വേണ്ടി വിനിയോഗിക്കാനും കഴിയണം. അത്തരത്തിൽ ദീനിനെക്കുറിച്ച് പഠിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനുമായി ബന്ധം പുലർത്തി ഖുർആനിൻ്റെ വിശദീകരണമാകുന്ന ഹദീസ് അത് ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് ഖുർആനിൻ്റെ അഹ്ലുകാരൻ എന്ന് വിളിക്കപ്പെടാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇവിടെ ഉള്ളത് 2 കൊല്ലാണെങ്കിൽ 10 കൊല്ലമായവരുണ്ട്, ഗൾഫിൽ വന്നിട്ട് 5 കൊല്ലമായവരുണ്ട്, 2 കൊല്ലമായാലുണ്ട്, 3 കൊല്ലമായാലുണ്ട്, 2 മാസമായാലുണ്ട്, ഒക്കെ ഉണ്ട്. ഈ കാലാവധിക്കിടയിൽ ഇതുകൂടെ നമ്മൾ കരസ്ഥമാക്കിയാൽ നമ്മളെ സമ്പത്ത്
ആ കാലം ചിലർ പറയുമല്ലോ 10 കൊല്ലം ഗൾഫിലാണ് പോവില്ല. ഇക്കോലത്തിൽ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ ഒരു നഷ്ടവും നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. വേറൊരു കാര്യം നമുക്ക് ആലോചിക്കാനല്ല, കുടുംബത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അത് ആലോചിക്കുന്നതോടൊപ്പം ഇതുകൂടെ നമ്മൾ ആലോചിച്ചാൽ അള്ളാഹു നമ്മളുടെ കാര്യം ഹൈറാക്കി തരും. അത്തരത്തിൽ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഖുർആനിന് പ്രാധാന്യം നൽകുകയും ഒഴിവ് കിട്ടുമ്പോൾ അത് പാരായണം ചെയ്യുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഒരാശങ്കയിലായിരിക്കും. ഇതെപ്പോഴാണ് തീരുക? ആശങ്കപ്പെടേണ്ടതില്ല. നാളത്തെ ഡ്യൂട്ടി പരിഗണിച്ചുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ വിടവാങ്ങണം എന്ന് കൃത്യമായി തന്നെ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഫുട്ബോൾ മേള കാണാറുണ്ട്. കളി കണ്ട് ഗാലറിയിലിരിക്കുന്ന നാം കളി കഴിയുന്നതിൻ്റെ മുമ്പോ കഴിഞ്ഞിട്ടോ ഗ്രൗണ്ടിലിറങ്ങിയാൽ കാണികൾ ഗ്രൗണ്ട് കയ്യേറി എന്ന് പത്രത്തിൽ വരികയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നാം ഇപ്പോൾ പലരും ഇസ്ലാഹി പ്രസ്ഥാനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗാലറിയിലിരിക്കുകയാണ്. പക്ഷേ ഈ ഗാലറിയിൽ നിന്ന് കളിക്കളത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ കുറ്റപ്പെടുത്താൻ പോലീസില്ല. ആശീർവദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള, നിങ്ങളെ ആലിംഗനം ചെയ്യുവാനുമുള്ള, പരസ്പര ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കുവാൻ സന്മനസ്സുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഇവിടെ കഠിനാധ്വാനികളായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതുകൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും മാറി നിൽക്കുന്നവരുണ്ടാകാം. ഒരു കല്യാണം തീരുമാനിച്ചു, എല്ലാവരും ഒരുങ്ങി, നാട്ടുകാരൊക്കെ ഒരുങ്ങി, ഖാളി വന്നു, ബാക്കിയുള്ളവരൊക്കെ എത്തി, ടീപ്പോയി വന്നു, ഫൈബർ സ്റ്റൂൾ ഇട്ടു, പുതിയാപ്പള കാണുന്നില്ല. എന്തേ? കല്യാണം മുടങ്ങി. കാരണം അന്വേഷിച്ചിട്ട് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. അവസാനം സംഘടിപ്പിച്ച ബ്രോക്കർ വന്നു പറഞ്ഞു, പുതിയ പെണ്ണിൻ്റെ ചെറിയമ്മായിമ്മയുടെ ചെറുവിരലിന് ചെറിയൊരു വളവുണ്ട് എന്ന വിവരം അവിടെ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. ഈ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചെറിയമ്മായിമ്മയുടെ ചെറുവിരലിൻ്റെ വളവ് പോലെ നമ്മൾ നാട്ടിൽ നിന്ന് കേട്ടിരിക്കാം. പടച്ചവനില്ലാത്തവർ, ഖുർആനില്ലാത്തവർ, യാസീനില്ലാത്തവർ. ഒരു 3 ചെറിയ കുട്ടികൾ ദർസിൽ പഠിക്കുന്ന മക്കളാണ്. അവർ പയ്യന്നൂരിനടുത്ത വെള്ളൂരിൽ റോഡിൻ്റെ പക്കത്തുള്ളൊരു പള്ളിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി വാഹനം നിർത്തി കയറി. അവിടെയുള്ള മുസ്ഹഫ് എടുത്തു മറിച്ചു നോക്കി ആ കൊച്ചുമക്കൾ. അവർ മറ്റവനോട് പറഞ്ഞു, എടാ, ഈ ഖുർആനിൽ യാസീനുണ്ട്, ഇത് നമ്മളെ സുന്നിപ്പള്ളിക്കെന്ന് കട്ടുകൊടുന്നതാവും എന്ന്. ആ കുട്ടികൾ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ ഖുർആനിൽ യാസീനില്ല എന്നായിരുന്നു. ആദ്യം പഠിപ്പിച്ചു ഖുർആനില്ലാത്തവരാണ്, പിന്നീട് പറഞ്ഞു അതിൽ യാസീനില്ലാത്തതാണ്. സഹോദരന്മാരെ, അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ കേട്ടിരിക്കാം. പക്ഷേ ഇവിടെ മുൻ പ്രാസംഗികൻ പ്രൗഢോജ്വലമായി സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനമെന്ന് പറയുന്നത് ആർക്കും എന്തെങ്കിലും നേടിക്കൊടുക്കുന്നതല്ല. തൻ്റേതായ ആത്മീയ സംസ്കരണത്തിലൂടെ, വിശ്വാസത്തിൻ്റെ സംസ്കരണത്തിലൂടെ നമുക്കേവർക്കും എത്തിച്ചേരാനുള്ളൊരു പാതയിലൂടെ കാണിച്ചു തന്നുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാനുള്ള ഇസ്ലാമിൻ്റെ സത്യം നമ്മളെ മനസ്സിലാക്കി തരുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനം ആത്മസംസ്കരണമാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ക്ലീൻ സിറ്റികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലീൻ ഷേവുകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ക്ലീൻ മൈൻഡുകളെക്കുറിച്ച് നമ്മളാരും ചിലപ്പോൾ സംസാരിക്കാറില്ല, ഓർക്കാറില്ല. പക്ഷേ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക്, നമ്മളുടെ രൂപത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവത്തിലേക്കോ നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. അവിടെയൊക്കെ നോക്കുമായിരുന്നുവെങ്കിൽ, നമ്മളുടെയൊക്കെ ഗന്ധത്തെക്കുറിച്ച് അള്ളാഹു അറിയുമായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ സ്വർഗം ലഭിക്കുമായിരുന്നു. വസ്ത്രത്തിലൊരു മ്ലേച്ഛത വീണാൽ ഇസ്തിരി നാട്ടിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ടല്ല ഇസ്തിരിയിടൽ, അതാണ് ഇസ്തിരിയിടല. ഇവിടെ ആവുമ്പോൾ ഒരു സ്പ്രേ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇസ്തിരിയിടാൻ. കാരണം എന്താ, ചുളിഞ്ഞു പോകാൻ പാടില്ല. ഇതൊരു വലിയ വിഷമമാണ്. വസ്ത്രത്തിലെ ചുളിവ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ? നമ്മളുടെ മാലിന്യം പുരളുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഹൃദയത്തിൽ മാലിന്യം പുരളുന്നത് ശ്രദ്ധിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. ഹൃദയമെന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു നോക്കുന്നത്, അല്ലാഹു നമ്മൾ നോക്കുന്നെങ്കിൽ ആ കുലൂബിക്കും, നമ്മളുടെ ഹൃദയത്തിലേക്കാണ് എന്നാണ്. എങ്ങനെയാണ് ശരിപ്പെടുത്തേണ്ടത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഒരു സംശുദ്ധമായ ഒരു ഹൃദയത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ചിലരൊക്കെ ആലോചിക്കാറുണ്ട്, ഹൃദയമല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ കാരണം? എന്നാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ലല്ലോ എന്നാ അല്ലേ? ഹൃദയം ചിന്തിക്കുവാനാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതിൻ്റെ ഉദ്ദീപനം നൽകി എന്തിനും നന്മയുടെ വശം കണ്ടെത്തുന്ന പടച്ചതമ്പുരാൻ പറഞ്ഞു അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഫഹദൈനാഹുൻ നജ്ദൈനി, 2 വഴികൾ അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നന്നാകണമെന്ന് ആഗ്രഹിക്കാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷേ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വഴി നമുക്കൊക്കെ പറഞ്ഞു തരികയാണ്. ആദ്യം നമ്മൾ അറിയുക, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ മനുഷ്യരാണ് എന്ന് പറയുന്നവരുണ്ട്. ചന്ദ്രനിലേക്ക് കുതിച്ചുയർന്ന മനുഷ്യൻ ജീവൻ അവസാനിച്ചാൽ 6 അടി മണ്ണിലേക്ക് താഴ്ത്തപ്പെടേണ്ടവനാണ്. ആരും ഉയർന്നു പൊങ്ങിയാലും വാനലോകത്തെത്തിപ്പെട്ടാലും അവൻ 6 അടി മണ്ണിൽ അടക്കം ചെയ്യപ്പെടേണ്ടവനാണ്. ആ ഒരു വിനയത്വ സ്വഭാവം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ജീവൻ നൽകിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭൂമുഖത്ത് വില. ആയിരക്കണക്കിന് ഫോൺ കോളുകൾ വന്ന് മൊബൈൽ ഒരു കയ്യിലും ലാൻഡ് ഫോൺ ഒരു കയ്യിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഒരൊറ്റ സുപ്രഭാതത്തിൽ 2 ഫോണുകളും നിശ്ചലമാവുകയാണ്. ആ 2 ഫോണുകളിലേക്ക് വിളി വരുന്നില്ല. അവിടെ ആരും കയറി അന്വേഷിച്ച് പിറ്റേ ദിവസം വരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ തിരിച്ചു പിടിച്ചു എന്നതാണ്. നമ്മളുടെയൊക്കെ മനസ്സിൽ ശരീരത്തിൽ നിന്ന് ജീവൻ നൽകിയ അള്ളാഹു തിരിച്ചു പിടിച്ചാൽ നമ്മളുടേതായ പരിഗണന നൽകി. മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹപ്പെളാ പോവുക, അദ്ദേഹത്തെപ്പെളാ എടുക്കുക എന്നല്ല. ആര് മരിച്ചാലും രാജാവും പ്രജയും, അതുപോലെ തന്നെ സാധാരണക്കാരനും കൊട്ടാര നിവാസിയും അതുപോലെ തന്നെ കൂരനിവാസിയും മരണപ്പെട്ടാൽ ആളുകൾ ചോദിക്കുക മയ്യത്തെപ്പെളാ എടുക്കുക എന്ന്. നമ്മളെക്കുറിച്ച് അങ്ങനെയാണ് ചോദിക്കുക. ആ ഒരു വിലയാണുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധി, ആ ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന മാലാഖമാർ അതിൻ്റെതായ സ്ഥാനത്തോടുകൂടി തോരണങ്ങളും അതുപോലെ തന്നെ കവലകളിൽ സ്വീകരണങ്ങളും അതുപോലെ തന്നെ ആകാശത്തിൻ്റെ തട്ടുകളിലേക്ക് കയറി ചൊല്ലുമ്പോൾ അവിടെ സ്വീകരണ യോഗങ്ങൾ പോലെ ഒരുക്കപ്പെട്ടുകൊണ്ട് മാലാഖമാർ നമ്മളെ കൊണ്ട് വഹിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മളുടെ ഹൃദയങ്ങൾക്കും ആത്മാവുകൾക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകണമെങ്കിൽ നമ്മളത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിൻ്റെ ഭൂമുഖത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൃഷ്ടിച്ചതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. പക്ഷേ അതിനെത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ ശുക്ർ കാണിക്കാറില്ല. നമുക്കൊരു 5 കൊല്ലമായി കുട്ടികളില്ല എന്ന് വിചാരിക്കുക. 6ാമത്തെ കൊല്ലം കുട്ടിയുണ്ടാകാൻ തുടങ്ങി. ഭാര്യയുടെ ഗർഭാശയത്തിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ചൊല്ലുമ്പോൾ, നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പറയും, ഹലോ, ആ ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഒന്നുകൂടെ 10 റുപ്യ 50 റുപ്യാണ് കൊടുക്കണമെങ്കിൽ 100 കൊടുത്തല്ലോ. അതിൻ്റെ ഒരു തകരാറ് കൊണ്ട് നമ്മളെ കുട്ടിക്കൊന്നും വരണ്ട. അങ്ങനെ ഒരു പണ്ഡിതന്റെ അനുഭവമാണ്. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൻ്റെ പൊന്നാനിക്കടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഗൾഫുകാരനായ ഒരു പ്രവാസിയുടെ ഭാര്യ കുഞ്ഞ് ജനിക്കുകയാണ്. ജനിച്ച ഉടനെ അദ്ദേഹം അവിടെ എത്തുകയാണ്. 10,000 രൂപ ഡോക്ടർക്ക് സമ്മാനമായി നൽകുകയാണ്. ഈ പണ്ഡിതൻ ആ മനുഷ്യനോട് ചോദിച്ചു, 9 മാസവും 14 ദിവസവും AC റൂമിൽ പവർ കട്ടില്ലാതെ, ലോഡ് ഷെഡിംഗ് ഇല്ലാതെ, വോൾട്ടേജ് കമ്മിയില്ലാതെ, ഹോമിയോ മരുന്നില്ലാതെ, അലോപ്പതി ഇല്ലാതെ ഭക്ഷണവും വായുവും നൽകിയ പടച്ചതമ്പുരാനും നീ എന്നാണ് കൊടുത്തത്? ഒരൽഹംദുലില്ലാ പോലും പറയാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കേവലം ഒരു തറപ്പോന്ന കട്ടിയുള്ള തൊലി അല്പൊന്നൊരു കത്തിയോണ്ട് കീറി ആ കുട്ടിയെ പുറത്തെടുത്ത് അദ്ദേഹത്തിന് 10,000 കൊടുക്കാമെങ്കിൽ
ഒരു ഭ്രൂണ വസ്തുവിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കി എല്ലാക്കി എല്ലിന്റെ മുകളിൽ തൊലി പിന്നെ മാംസം പിടിപ്പിച്ച് അതിന്റെ മുകളിൽ തൊലി വെച്ച് പിടിപ്പിച്ച് സൗന്ദര്യത്തോടുകൂടി ഭൂമുഖത്തേക്ക് ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്ത രക്ഷിതാവിന് പകരമായി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു കൊണ്ടുവന്നവനാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മൾ, അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സൃഷ്ടാവിന്റെ അടിമയാണ്. അല്ലേ? ഭൂമിയിലൂടെ നടക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടി നടക്കുകയില്ല. യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഈ ആയത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അവർ തന്നെ കണ്ടാൽ സലാം അലൈക്കും കഴിഞ്ഞു, നമ്മളത് കഴിഞ്ഞു. എടവണ്ണ ഒരു ഹനീഫ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് മാനസികമായി ഒരു വിഷമമുള്ള മനുഷ്യനാണ്. എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഹനീഫ നിസ്കരിച്ചോ, ഹനീഫ നിസ്കരിച്ചോ, ഹനീഫ നിസ്കരിച്ചോ. അപ്പം ഹനീഫക്ക് എന്നെ കുറഞ്ഞൊരു ബോധം വന്നിട്ട് പറഞ്ഞു, നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, ചോറ് കഴിച്ചോ എന്ന് ഹനീഫാനോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബോധത്തിൽ നിന്ന്. പക്ഷേ നമ്മൾ നമ്മളുടെ സന്താനങ്ങളോട് ചോദിക്കേണ്ടത് തിരിച്ചു ചോദിക്കേണ്ട സന്ദർഭത്തിൽ തിരിച്ചു ചോദിക്കാറില്ല. കാരണം അള്ളാഹുവിന്റെ ഭൂമുഖത്ത് ജീവിക്കുന്ന അടിമയാണ്. നടക്കുന്ന സമയത്ത് വിനയാന്യതനായി നടക്കും. ഒരു പണ്ഡിതന്റെ കവി അവതരിപ്പിച്ചതുപോലെ, സഹോദരന്മാരെ, നടക്കുമ്പോൾ സൂക്ഷിക്കുക, ഖബറില്ലാത്ത ഒരിടം ഭൂമിയിലില്ല. ഖബറുമ്മ കൂടിയാണ് നടക്കണത്. അല്ലേ? തുണി നെരിയാണിക്ക് താഴെ വീടരുത് എന്ന് പറയുമ്പോൾ അഹങ്കാരത്തോടു കൂടിയാണെങ്കിലല്ലേ അതുള്ളൂ. സുഹൃത്തെ, റസൂലുള്ള ഒരു പരിധി വെച്ചുവെങ്കിൽ ആ പരിധി വിട്ടുപോകുന്നതിനേക്കാൾ വലിയൊരു അഹങ്കാരം എന്താ? അഹങ്കാരല്ല, അല്ലേ? അറിയാതെ പോകല്ലോ. അഹങ്കാരം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലായിരുന്നാലും ഇങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഭൂമുഖത്ത് ഒരടിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക. നമ്മളെ നാട്ടിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ കാണാം തക്ബീറൊക്കെ ചൊല്ലി വരുന്നുണ്ടപ്പോൾ ആരോ ചോദിച്ചു പെരുന്നാൾ ഉറപ്പിച്ചോന്ന്. അല്ല, പിന്നെ ചോദിച്ചു എന്തോ ഉരുവിനറുക്കാൻ കൊണ്ടുവരികയാണോ? അല്ല, ഒരു ഷെയ്ഖയിലെ വരുന്നുണ്ട്, അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കാന്ന്. മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയക്കപ്പെടുകയാണ്. പോകുന്നു. മദീനയിൽ 10,000 മനുഷ്യന്മാർ കാത്തു നിൽക്കുന്ന മലമടക്കുകളിൽ, അതുപോലെ തന്നെ ഈത്തപ്പനക്ക് മുകളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യാരവങ്ങളിലൂടെ റസൂലുള്ള വളർന്നു വരുന്നത് ആരും കണ്ടില്ല. അപ്പോൾ കുറേ ആളിങ്ങനെ കാത്തുക്കുന്നുണ്ട്. കാത്തുനിന്ന് മടുത്തപ്പോൾ ചോദിച്ചു, ഇവിടെ നബിനെ കാണാല്ലേ, എവിടെയായി പോയത്, എന്ത് ഇതിലല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ ചോദിച്ചു, അല്ല തിരിച്ചു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ വിടക്കണമെന്നില്ല, ഞങ്ങൾ നബിനെ കാത്ത്. ഏത് നബിനെ? മുഹമ്മദ് നബിനെ. നബി എവിടെ എത്തിയതാണ്? എവിടെ? അവിടെ എത്തി. ഇപ്പം ഏതിലേ പോയത്? ഇതിലേ ഞങ്ങളെ മുന്നേ കൂടിയോ? ഞങ്ങളെ മുന്നേ കൂടി തന്നെ. ഇതില്ലേ, അല്ലാതെ ഇപ്പോൾ എവിടെ നബി വരിക? അതല്ലേ നേരല്ല വഴി. ഞങ്ങൾ കണ്ടില്ല. എന്നാ ഒന്ന് പറഞ്ഞു തരി, ആരാ? ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് വളഞ്ഞിരുന്നിട്ട് താടിയുടെ രോമം ഒട്ടകത്തിന്റെ പൂഞ്ഞിയിൽ തട്ടുമാറ് താഴ്ന്നിരുന്ന ഒരാൾ പോയില്ലേ? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ കരുതിയ അവസാനത്തെ പ്രവാചകനൊക്കെ ആവുമ്പോൾ നെളിഞ്ഞൊക്കെ ഇരുന്ന് ഒന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ വരൂലേന്നാ. ശൈഖന്മാരെ താലോലിക്കുമ്പോൾ, തക്ബീറുകൾ ചൊല്ലുമ്പോൾ, മുത്തുമ്പോൾ, വാരുമ്പോൾ, സ്വന്തം കിടക്കുന്ന പിതാവിന്റെ കാലിന്റെ അരികിൽ പോയിരിക്കാൻ പോലും സന്മനസ്സില്ലാത്ത നമ്മൾ ഒരു ശൈഖനെ കണ്ട കാല് വാരിക്ക് വീഴാൻ പോവുകയാണ്. സഹോദരന്മാരെ, ഒരു അനൗൺസ്മെന്റ് കേട്ടിച്ച് ദുഃഖിച്ചു പോയി. ക്ഷീണിതനാണ്, മുത്തരുത്, തുടരുത്. കിടക്കുന്ന പിതാക്കന്മാരുടെ അടുക്കൽ പോയി തടവാനും തോണ്ടാനും സന്മനസ്സില്ലാത്ത നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്തിപ്പെടുന്നു. ആ റസൂലുള്ളയാണ് ഇസ്ലാം മതം പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടുക, നമ്മുടെ മനസ്സ് ശരിയാവുക, അതാണ് അതിനുള്ള പരിഹാരം. അള്ളാഹുവിൻ്റെ അടിമയാണ് നമ്മൾ. നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, നമുക്ക് ആരോഗ്യമുണ്ടാകുമ്പോൾ, നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മളും ചിലപ്പോൾ മെലിഞ്ഞിട്ടാവും. ഇവിടെ വന്നൊക്കെ ഒന്ന് ഉഷാറായി നാട്ടിലെത്തുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുക, നമ്മളും നമ്മുടെ ഭാര്യയും, മെലിഞ്ഞൊട്ടിയ നമ്മുടെ ഭാര്യയും നമ്മളും ചിലപ്പോൾ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുക, അതാണ്ട് അത് തന്നെയാ. അതോടുകൂടി സംശയമായി. അല്ലേ? മെലിയാൻ തോനെയൊന്നും വേണ്ട സുഹൃത്തുക്കളെ, ഒരു ഞരമ്പ് മതി. നമ്മളുടെ ശരീരത്തിൽ സംവിധാനിച്ച ഒരു ഞരമ്പ് മതി. ടെലഫോൺ ലൈൻ കണ്ടില്ലേ? ഇപ്പോൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പറയും ആ ലൈൻ നിലവിൽ തന്നല്ല. ഒരു ഞരമ്പിന്റെ വ്യത്യാസമാണത്. ഇതിനേക്കാൾ സങ്കീർണമാണ് മനുഷ്യ ശരീരത്തിൽ രക്ഷിതാവ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതെങ്ങനാണ്ടൊന്ന് മുറിഞ്ഞാൽ, അതെങ്ങനാണ്ടൊന്ന് നശിച്ചാൽ, അതെങ്ങനാണ്ടൊന്ന് തടസ്സപ്പെട്ടാൽ, നോക്കൂ നിങ്ങൾ, കണ്ണിന്റെ വെള്ളൊലിച്ച് കണ്ണിന്റെ വെള്ളൊലിക്കാൻ ഒലിച്ച് ക്ഷീണിച്ചൊരു കുട്ടിയെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ വലത്തെ കണ്ണിന്ന് വെള്ളൊലിക്കുകയാണ്. ഡോക്ടർ നേരെ അടിച്ചത് ഇടത്തെ കണ്ണിക്ക് ടോർച്ചടിച്ചു നോക്കി. അപ്പോൾ ഇയാൾ വലത്തിയില്ലേ, അത് തന്നെ കാക്കാൻ നോക്കണത് എന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടറോട് ഇയാൾ പറഞ്ഞു, എന്തേ അങ്ങനെ വലത്തുനിന്ന് വെള്ളമൊലിക്കണത്, ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നശിച്ചുപോയി, അതിൻ്റെ ഭാരം കൂടി ഇത് താങ്ങിയിട്ട് നിൽക്കായിട്ട് കണ്ണൊലി വെള്ളമൊലിക്കുകയാണ്, ഞാനതാ നോക്കണേ. ഉടൻ അദ്ദേഹം പറഞ്ഞു, ഒരു കണ്ണട വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് തലച്ചോറിനത് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ തലച്ചോറ് ഏറ്റെടുക്കും. തലച്ചോറിന് ഏറ്റെടുക്കാൻ കഴിയാത്ത അത്ര എന്തോ ഒരു സങ്കീർണത വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ ആ സംവിധാനം. ശരീരമൊന്ന് കുഴഞ്ഞാൽ നേരെ നടുവിലൂടെയാണ് കുഴയുന്നത്. മൂക്കിന്റെ ഒരു ദ്വാരമടയുന്നു, കണ്ണിന്റെ ഒരു പോളയടയുന്നു, ചുണ്ടന്റെ ഈ ഭാഗത്തു നിന്ന് പോകുന്നു. BSNL നാട്ടിൽ സംവിധാനിച്ച കേബിളുകൾ സൃഷ്ടിച്ചതിനേക്കാൾ സങ്കീർണമായി നമ്മുടെ ശരീരത്തിലൂടെ കേബിളുകൾ സൃഷ്ടിച്ച, കേബിളുകളുടെ നിശ്ചലതയും ചലന ശക്തിയും നൽകിയ ആ സിട്ടാവിനെ സ്തുതിക്കുന്നവരാണ് നമ്മളെങ്കിൽ അല്ലാഹുവേ എന്നേ വിളിക്കാൻ തോന്നുള്ളൂ. പിന്നെന്താ പണ്ഡിതന്മാർക്ക് തോന്നാത്തരണോ? കിതാബ് പഠിക്കുന്നത് അതിൻ്റെതായ സന്മനസ്സോടുകൂടി പഠിക്കണം. മൂന്നാമത്തത് നമ്മൾ ചിന്തിക്കുക, നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ജിദ്ദയിലാണ്, ഷർഫിയയിലാണ്, അല്ലേ? ആണ്. അതെവിടെയാ? അതൊരു ഉരുളന്റെ പുറത്ത് നമുക്കിത് വിശാലമായ മരുഭൂമിയൊക്കെയാണ്. ഖുർആൻ പറഞ്ഞു, അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു തൊട്ടിലാക്കി തന്നില്ലയോ? തൊട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കണ്ട. ഒരു ഉമ്മ ഒരു തൊട്ടിൽ കെട്ടി കുട്ടികളായി, നമ്മളെ കുട്ടികളെങ്ങനെ, നമ്മളെ തന്നെ ആയിക്കോട്ടെ, ഒന്നിങ്ങനെ ഉറക്കി ഒരു അരമണിക്കൂർ ആട്ടി, 3/4 മണിക്കൂർ ആട്ടി, അപ്പം അമ്മാൻ്റെ ധാരണ കുട്ടി സമാധാനമായി ഉറങ്ങിക്കാണുമെന്ന നോക്കുമ്പോൾ 2 ഉണ്ട കണ്ണിങ്ങനെ കാണുന്നു, അല്ലേ? പിന്നെ ഒരു കരച്ചിലും, അതോടുകൂടി ഉമ്മാക്കേണ്ട ഒരു കുലുക്കൽ. അള്ളാഹുവിൻ്റെ ഭൂമുഖത്ത് ശരിക്കൊക്കെ നടക്കുകയാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഭൂമി ഒരു തൊട്ടിലാക്കി തന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒന്നിടക്കിടക്കൊക്കെ ഒന്ന് കുലുക്കും, അല്ലേ? ഇതൊന്ന് കുലുങ്ങിയാലോ 2 ആഴ്ച മുമ്പ് ഒന്നുമില്ല, ചെറിയൊരു സ്പ്രേ ആയി വീഴുന്ന മഴ ഒരു 8 കിലോ ഉള്ള ഐസും കട്ടയിട്ട് ഒന്ന് വീഴ്ത്തി നോക്കിയതാ. അള്ള പറഞ്ഞു, ഇതിലേറെ വലുതുവിടെ ഉണ്ട്, വേണമെങ്കിൽ അടുത്ത ആഴ്ച തരാം എന്ന് നമ്മളേക്കൊന്ന് ബോധ്യപ്പെടുത്തിയത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഭൂമുഖത്താണ് താമസം. 1000 കിലോമീറ്റർ കടങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമുഖത്ത് താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആധാരം നമ്മുടെ പക്കലാണ്. നമ്മൾ 10 ലക്ഷം കൊടുത്ത സ്ഥലമാകാം, 15 ലക്ഷം കൊടുത്ത സ്ഥലമാകാം, 2000 കൊടുത്ത സ്ഥലമാകാം. ആധാരം മാത്രമേ നമ്മളെടുത്തുള്ളൂ. അടിയാധാരം റബ്ബിൻ്റെ അടുക്കലാണ്, അല്ലേ? ജപ്പാനിൽ ഭൂമി കുലുക്കുണ്ടായ പൊളിഞ്ഞാടാതെ വെക്കാൻ വേണ്ടി കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ആപ്പൊക്കെട്ട് അടിഭാഗത്തേക്ക് ഉറപ്പിച്ച് എഞ്ചിനീയർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആളുകളും തന്നെ എന്ത് ചെയ്തു? തവക്കൽത്തു അല എഞ്ചിനീയർ എന്നും പറഞ്ഞു. ഭൂമി കുലുങ്ങിയപ്പോൾ ആദ്യം പൊളിഞ്ഞാടിയത് കൂരയല്ല, 8 നില കെട്ടിടങ്ങളായിരുന്നു. കാരണം ഭൂമുഖത്ത് നിവസിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. മൂന്നാമത്തത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തിനു വന്നു എന്നൊരു ചോദ്യം. ഇവിടെ എന്തിനു വന്നതാ? ഇവിടെ ക്ലാസ്സിന് വന്നതാണ്, അല്ലേ? നമ്മളുടെ നാളത്തെ ഡ്യൂട്ടിയും ഇന്നത്തെ രാത്രിയുടെ ഉറക്കുമൊക്കെ അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ്? എന്നാലും അവിടെ നിന്ന് നടക്കല്ലേ? ആ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ, ഓഡിറ്റോറിയത്തിൽ, ഹോട്ടലിൻ്റെ മുകളിൽ നടക്കല്ലേ? ദീനിൻ്റെ കാര്യമല്ലേ? പോയി നോക്കുക സുഹൃത്തെ. 1 മണിക്കൂർ 1.5 മണിക്കൂർ പോയാലും നമുക്ക് പിന്നെ ഉറങ്ങിക്കൂടെ എന്ന് മനസ്സിരുത്തിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്താ? നമുക്ക് പോകാനൊരു വഴിയുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് എന്നതുകൊണ്ടാണ്. അരണൻ്റെ ബുദ്ധി എന്ന് പറയാറില്ലേ? നമ്മളെ ഉപ്പയൊക്കെ വീട്ടിൽ ചെന്നാൽ എൻ്റെ മകൻ അരണൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിടങ്ങി ഉഷാറാന്നാരും വിചാരിക്കണ്ട. എന്താ അറിയോ? അരണ നമ്മളെ കാണുമ്പോഴും പുറപ്പെടും കടിക്കാൻ. പിന്നെ പകുതി വഴിക്ക് വന്നിട്ട് ഇങ്ങനെ എന്തിനേപ്പം ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. ഇതുപോലെ ദിശ നമുക്കുണ്ട്. എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. ഒരു പരീക്ഷണത്തിൻ്റെ ലോകത്താണ്. കുട്ടി പരീക്ഷയ്ക്ക് ഇരിക്കല്ലേ? SLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ പോവുകയാണ്. +2ൻ്റെ അറിഞ്ഞു. ആ കുട്ടി 2 മണിക്കൂർ സമയത്തേക്ക് വ്യക്തമായി എഴുതി എല്ലാം ആ 2 മണിക്കൂർ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മളെ കാര്യം നോക്കി നിങ്ങൾ. വാസുവിൻ്റെ മകൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അച്ഛാ കേട്ടെഴുത്തുണ്ടായിരുന്നു, പിന്നെ 5 എണ്ണം എനിക്ക് തെറ്റി. എത്ര മൊത്തം ഉണ്ടായിരുന്നു ചോദിച്ചു. 10 എണ്ണം. 5 എണ്ണം എനിക്ക് തെറ്റി. എന്നാൽ ബാക്കി 5 എണ്ണം ഉണ്ടാവും. 5 എണ്ണം ഞാൻ എഴുതിയിട്ടില്ല. ഇതുപോലെയല്ലേ വാസുവിൻ്റെ മകൻ്റെ കല്യാണം പോലെ തന്നെ അല്ലേ നമ്മളത്, അല്ലേ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. ഏകദൈവ വിശ്വാസത്തിൻ്റെ ഹൃദയം ശ്വസിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തത് 5 നേരത്തെ ആരാധനയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇനിയിപ്പോൾ ഒരു നിസ്കരിക്കണ്ടെന്നൊരു ചെറുത്താൻ പോലും വിചാരിച്ചാൽ നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണല്ലേ, അല്ലേ? ഒരു യാത്രക്കിടയിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഒരു അവസരം കിട്ടി. അവിടെ 2-3 ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചില കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാതെ വന്നപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചത് ഈ ഒരു സ്ഥല ബസ് സ്റ്റോപ്പിലുണ്ട്, അത് ഏത് സ്ഥലയാണെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ഗൾഫിൽ നിൽക്കുമ്പോഴുള്ള സ്ഥലമാണ്. ഉച്ചക്കത്തെ സ്ഥല ഇത്, 4 മണിക്കത്തെ സ്ഥലം ഇത്, ചായ രാത്രിക്കത്തെ ഇശാ സ്ഥല, പിന്നെ സുബൈക്കത്തെ സ്ഥല ഇതുമാണ്. അപ്പം ഞങ്ങൾ സ്വല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമല്ല, എന്തും അങ്ങനെ പേരിലാണ്. സുഹൃത്തുക്കളെ, കടൻ്റെ ഉള്ളിൽ നിന്ന് സ്വലക്ക് കടയടച്ചാൽ ആരും കാണൂല, മുത്തവ കാണൂല. പക്ഷേ അള്ള പറയാ ഇത്രയൊക്കെ ചെയ്ത് അന്ന് അള്ള പകരമായിട്ട് എന്തെങ്കിലും ചോദിച്ചോ? നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു മീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി വകുപ്പ്. അതുകൊണ്ട് കണ്ടു തന്നെ കാണില്ല. മുമ്പൊക്കെ റോഡ് കൂടി നടന്നു പോകുമ്പോൾ ടോർച്ചൊന്നും വേണ്ട, എല്ലാവരും മുന്നിലൊരു ബൾബ് ഇടുകയായിരുന്നു. ഇപ്പോൾ അകത്ത് തന്നെ അല്ലാത്ത സ്ഥിതിയാണ്. ഫ്രിഡ്ജൊന്നും അനങ്ങണന്നല്ല, ഒക്കെ മാറ്റി വെച്ചിരിക്കുക. മക്കളിടുക, വാപ്പ ഓഫാക്കുക, അതിനായിട്ട് നടക്കുക. എന്താ കാരണം നിങ്ങൾ ഒരു തിരിയണ മീറ്റർ ഫിറ്റ് ചെയ്തു, അതാണ് പ്രശ്നം. ആദ്യമൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നോ കടയിൽ എത്രയാണ് കൊടുക്കാനുള്ളതെന്നാണ്. അപ്പം നിങ്ങൾ അതാ ചോദിക്കുക കറണ്ട് ചാർജ് എന്തായി എന്നാണ്. ചിന്തിച്ച് നോക്കി, അള്ള അങ്ങനത്തെ ഒരു 4 മീറ്ററും കൂടി നമ്മളെ ഫിറ്റ് ചെയ്ത് അയച്ചണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? മൂക്കിൻ്റെ അവിടെ ഒന്നും ഓക്സിജൻ വലിക്കണീന്, കാർബൺ ഡയോക്സൈഡ് പുറത്തിടണീന് പകരം ഫൈന്, കാരണം ഇവിടെ നയിച്ചാക്കല്ലേ. ഇതൊക്കെ കണക്കൂട്ടും. അള്ള അതിനൊക്കെ പകരം എന്താ ചോദിച്ചാൽ നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ മതി. 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ കുമ്പിടാൻ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യാതെക്കണ ഒരു ശരിയല്ലല്ലോ നാഥൻ. ഇത്രയൊക്കെ അള്ള ചോദിക്കുകയാണ് നമ്മൾ, ഞാൻ തന്നത് തിന്നില്ലേ, തിന്നു. ഞാൻ തന്നത് കുടിച്ചില്ലേ, കുടിച്ചു. ഞാൻ തന്നത് ശ്വസിച്ചില്ലേ, ശ്വസിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? റബ്ബേ, അതിന് മാത്രം സാധിച്ചിട്ടില്ല. അല്ല, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. വഴിയരികിലുള്ള സിഗ്നലുകളും സൈൻ ബോർഡുകളും കണ്ടുകൊണ്ട് അങ്ങോട്ട് 50 കിലോമീറ്റർ, ഇങ്ങോട്ട് 40, 10 കലണ്ടറുകൾ ഓരോ കൊല്ലത്തേത് 2005 2006 മാറ്റിവെക്കുമ്പോൾ ഓർക്കുക, ഒരു കൊല്ലം കഴിഞ്ഞതിൻ്റെ പുതുവത്സര പുലരി ആഘോഷിക്കാൻ നാടുകൾ വെമ്പാറുണ്ട്. പക്ഷേ നമ്മളുടെ ആയുസ്സിൽ 1 കൊല്ലമാണ് ചുരുങ്ങിയത്, അല്ലേ? ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, സമയത്തിന്റെ സൂചിക നിങ്ങളോട് സംസാരിക്കുകയാണെന്നാണ്. സമയത്ത് നമ്മൾ ആ സെക്കൻഡ് സൂചിയിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ടിക് 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 എന്ന് പറഞ്ഞാൽ ദാ പോവുക കേട്ടോ, ഞാൻ പോവുകയാണ്, ദാ അടുത്തേക്ക് വരികയാണ്, നമ്മളുടെ മരണത്തിന്റെ സൂചിക അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിയാണെങ്കിൽ മാലാഖമാർ നമ്മളെ സംരക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമുഖത്ത് റേഞ്ച് ഇല്ലാത്ത പ്രദേശമല്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്താന്നൊക്കെ പറയില്ലേ? പക്ഷേ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരായ മാലാഖമാർ നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരായുണ്ട്. നമ്മളെ നോക്കാൻ അല്ലേ? നമ്മളെ ചിലപ്പോൾ നമ്മളെ റൂമിലുള്ള ഒരു 3 ആളും നമ്മൾ ഒരേ മാതിരിയാണെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരുത്തനെങ്ങനാണ്ട് നിസ്കരിക്കണമൊക്കെ ആകുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. മറ്റേത് ഓനും അങ്ങനത്തെ ഒരാളാണെങ്കിൽ, മുമ്പ് ഒരു കുട്ടികൾ കടങ്കഥ പറയാലുണ്ട്. അപ്പോൾ സ്കൂളിൽ വെച്ച് യുവജനോത്സവത്തിന് പോയ സമയത്ത് അവിടുന്ന് കുട്ടികൾ ഇങ്ങനെ കടകഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു വാപ്പിൻ്റെ അവിടെ ഇരിക്കും. അപ്പോൾ കടങ്കഥ എന്താ അറിയും? ഒരു തിരുപ്പൻ, ഒരു എരപ്പൻ, ഒരു തിരുപ്പൻ. അപ്പോൾ ഉടനെ ഇങ്ങനെ കേട്ട് വാപ്പ പറഞ്ഞു ഗൾഫത്തെ റൂമിൽ. അപ്പോൾ കുട്ടികൾ അതല്ല, ബസ്സാണോ ഉദ്ദേശിച്ചത്? കാരണം ഒരാൾ തിരിച്ച്, ഒരാൾ എഴുതും, ഒരാൾ ബാക്കി ജോലി എടുക്കും. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ഒരുത്തഞ്ഞ് നന്നാകാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ ഓനെ നന്നാക്കണതിന് പകരം എന്താ അറിയും? ഗൾഫിൽ വന്നിട്ട്, അതും ഫാമിലിയിലാ വന്നിട്ട്, ഇനി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്നാൽ പിന്നെ എവിടുന്നാണോ നമുക്ക് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ ആ ക്യാമറ ഉണ്ടല്ലോ, അതിങ്ങനെ പൂർണ്ണമായി കണ്ടു നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളെ മുമ്പിൽ ഇട്ട് തരുന്ന എന്നിട്ട് ഇതൊക്കെ ചെയ്താലേ പഠിച്ചോനെ അത് കട്ട് ചെയ്ത് കളഞ്ഞ കട്ട് ചെയ്യൂല നമ്മൾ ചെയ്തതാവും. അതുകൊണ്ടാണ് പടച്ചറപ്പ് നമ്മളോട് പറയുന്നത് സൂക്ഷ്മമായി പുലർത്തുന്നുണ്ട്. സിഗ്നൽ കാണുമ്പോൾ അല്ലെ ക്യാമറയിൽ പെട്ടുപോണത് പേടിച്ചിട്ട് ടാക്സി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരെ കണ്ടാലുണ്ടല്ലോ വണ്ടിൻ്റെ ഉള്ളിലത്തെ കീ പൊട്ടേണ്ടി അറിയും അല്ലേ? പക്ഷേ അവിടെ പോലീസിൻ്റെ ആ സിഗ്നൽ കാണുമ്പോൾ സ്പീഡ് കുറക്കും. എന്താ പേടിച്ചിട്ട്? ടാക്സിയിൽ നമ്മളെ നാട്ടിലെ ടാക്സിയിൽ ഒരു പോലീസുകാരെ യാത്രക്ക് കയറിയാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ എന്തോ ഒരു ബഹുമാനമായിരിക്കും എന്നറിയോ? സിഗ്നൽ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്നും കത്തുണ്ടാവില്ല, എന്നാലും അവിടെ ഒരു മെഴുത്തിരിയിൽ കത്തിച്ചക്കട്ടെ എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവും. കാരണം പോലീസുകാർ സ്ഥിരല്ലേ, ഇത് നമ്മളെ സദാ അങ്ങനെ നിരീക്ഷിക്കുകയാണ്, സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയാവും. അപ്പം നമ്മളെന്ത് ചെയ്യുക? വേറെ നമ്മളിൽ നിന്ന് ആരും പ്രത്യക്ഷമായി പോണില്ല, നമ്മളെ സദാ നോക്കുകയാണ്. ഞാനത് ചെയ്തുകൂടല്ലോ. അമ്മോശാക്കാൻ്റെ മുമ്പ് ചെന്നിട്ടില്ലേ നമ്മൾ കൈയൊക്കെ കഴുകുമ്പോൾ അങ്ങനെ വളരെ ആയിട്ട് എന്ത് ചെയ്യും? അമ്മോശാക്കാൻ്റെ മുമ്പിൽ മോശമാകരുത് അല്ലേ? എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ദമ്മില്ലാതെ ദമ്മില്ലെങ്കിലും അങ്ങനെ ഇറങ്ങും. 4 മക്കളുള്ളൊരു പിതാവ് ഗൾഫ് ഖുറൂജ് അടിച്ച് പോകുമ്പോൾ എയർപോർട്ടിലെല്ലാം ഉഷാറായിട്ട് ചെന്നിറങ്ങിയപ്പോൾ മക്കൾ തമാശക്കാരാ. മക്കൾ പറഞ്ഞു, വാപ്പ നല്ല ദമ്മിലാണല്ലോ.
അപ്പോൾ പറഞ്ഞു പൊന്നാരക്കളെ അവിടുന്ന് നടന്നു വരാൻ വൈചറിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റിന് പോകുന്നതാണ്, അല്ലാതെ ദമ്മുണ്ടായിട്ട് പോകുന്നതല്ല. എന്നാലും എന്തിനാ നമ്മൾ അങ്ങനെ ചെല്ലണറിയോ? അഥവാ സുഹൃത്തുക്കളെ നമുക്ക് എന്തെങ്കിലും വിഷമുണ്ടായി ചെന്നാലും നമ്മൾ എയർപോർട്ടിൽ ചെന്ന് മുഖക്കൊന്ന് കഴുകി മുടിയൊക്കെ വാർന്നിട്ടാ ചെല്ലുക. ഫാമിലിൻ്റെ മുമ്പിൽ ഒരു മോശമായി കഴിഞ്ഞാൽ ഓർക്കൊരു വിഷമാണ്. ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മെലിഞ്ഞൊട്ടിയാവും. കോഴിക്കോട് റൂം എടുത്തിട്ട് 4 ദിവസം തിന്നിട്ട് ഫ്രഷായിട്ടേ പോവുള്ളൂ. എന്താ നമ്മളെ ഉമ്മാൻ്റെ മുമ്പിൽ നമ്മൾ മോശമായിക്കൂടാ? സിട്ടാവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ 60 കൊല്ലത്തെ ആയുസ്സുമായി പറഞ്ഞയച്ച എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് നിന്നോടുകളോട് ചോദിച്ചാൽ, റബ്ബേ ഞങ്ങളുടേത് തൊലഞ്ഞു പോയൊരു ജീവിതമാണ് എന്ന് പറഞ്ഞ് അവസാനം ഒന്നുമില്ലാത്തവരായി ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്ത് നമ്മളൊന്നുമില്ലാതെ അയച്ചെന്ന നാട്ടുകൂടി മേപ്പിട്ട് നോക്കി നടക്കണോ, ആണ്ടുകൂടി നടക്കുമോ, എൻ്റെ അടുത്ത് ഒന്നുമില്ലേലോ, ആർക്കും ഒരു വിഷമല്ല. ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ഭൗതികപരമായത് ശേഖരിക്കുന്നതോടൊപ്പം ആത്മീയമായത് ശേഖരിച്ചതൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇത്രയേക്കാൾ വലിയൊരു നഷ്ടകാരി ആരാണ്? നിങ്ങളുടെ മരണം നമ്മുടെ മുമ്പിൽ കാണുക. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മളത് കാത്തിരിക്കുന്നു. എന്നുമാകാം, ഇന്ന് രാത്രിയാകാം, വിഷമമാകാം. ഒരു സഹോദരൻ, ബഹുമാനപ്പെട്ട ഒരു സഹോദരൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഏകദൈവ വിശ്വാസത്തിനു വേണ്ടി ചീമുട്ട ഏറിയേറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സുബഹിക്ക് തഹജ്ജുദ് നമസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഇടത്തുവശത്തെ ഹൃദയത്തിൻ്റെ അവിടെ ഒരു വേദന. അദ്ദേഹം മക്കളോട് പറഞ്ഞു, മക്കളെ ആ വേദനയാണ്, നീ ആശുപത്രിക്കൊന്നും പോണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 പ്രാവശ്യം ചൊല്ലി അയാൾ ബെഡിലേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ക്രിയയിൽ സംസ്കരണ പ്രവർത്തനത്തിന് വന്നവരുടെ മുഖത്ത് പ്രസന്നതയാണ്. ദുഃഖമുണ്ട്. ബഹുമാനപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടു പോയതിൽ ദുഃഖമുണ്ട്. പക്ഷെ എന്താ, അദ്ദേഹത്തിന്റെ കാര്യം വളരെ ഭംഗിയാണ്. ആരാധന മുടങ്ങാത്ത, എല്ലാ കൃത്യമായി കാര്യമായി ചെയ്ത 60 വയസ്സിനുള്ളിൽ എല്ലാം തീർത്തൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാൻ അള്ളാഹു ധൃതി കൂട്ടി തിരിച്ചു വിളിച്ചതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, പണ്ഡിതന്മാരെയൊക്കെ വേഗം കൊണ്ടുപോകുന്നു. അതുപോലെ നമ്മളുടെ മരണത്തെ കാത്തിരിക്കുകയാണ്. വയസ്സില്ല, ചരമക്കോളെടുത്ത് നോക്കി നമുക്കറിയാം, വയസ്സില്ല, 60 വയസ്സ് 40 വയസ്സ് അല്ലേ? വധുവിനെ സ്വീകരിക്കാൻ ഒരേ കാറിൽ പുറപ്പെട്ടവരൻ ഹൈവേയിൽ വെച്ച് വാഹനമിടിച്ചു മരിച്ചു. പുതിയാപ്പള ഇറങ്ങണീൻ്റെ മുമ്പ് കുളിക്കാൻ പോയ കുളിക്കടവിൽ കാല് വഴുതി വീട്, തല പൊട്ടി മരിക്കട്. സുഹൃത്തെ, നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടും. അതിൻ്റെ മുമ്പ് നമ്മൾ ഈ ജീവിതത്തിനിടയിൽ ഒന്ന് നന്നാകാൻ, ആരും എന്നല്ലല്ലോ പറയുന്നത്, ഒന്നുകൂടെ ഊർജ്ജസ്വലമാകാൻ, നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റിയാലുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഹിദായത്തുകൾ കൂടി അവർക്ക് എത്തിക്കാൻ, ഭാര്യ ഇത് ഉൾക്കൊള്ളാത്തവരാണെങ്കിൽ അവളോട് പറയാൻ, സൂചിപ്പിച്ചതുപോലെ വസ്ത്രം ധരിക്കാത്ത ഭാര്യയാണെങ്കിൽ ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവളോട് പറയണം, നിന്റെ സൗന്ദര്യം ബസ് സ്റ്റോപ്പിൽ ഇരിക്കണോ കാണാനല്ല, ഞാനാ നയിച്ചുണ്ടാക്കുന്നതിന്, ഞാനാ തിന്നാൻ തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളതാ, വേറെ ആർക്കും അങ്ങനെ അഭിമാന ബോധം ഉണ്ടാക്കണം. നമ്മളെന്താ പറയാറിയോ, പോകുമ്പോൾ കണ്ടോ ഇതൊക്കെ എൻ്റെതാണ്, എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിച്ച് നടക്കണോലാകരുത്. സൗന്ദര്യം അത് നിങ്ങൾക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാ, സ്വന്തം ഭാര്യയുടെ. അത്തരത്തിൽ ദീനിൻ്റെ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലമായ വിശ്വാസം ഉൾക്കൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജിദ്ദയിലെ ഈ ഷറഫിയ എന്ന മേഖലയിൽ ഭൂരിപക്ഷം ആളുകൾ ജോലി ചെയ്യുന്നവരാണ്. നമ്മളുടെ കൂട്ടുബന്ധങ്ങൾക്കിടയിൽ വ്യാഴാഴ്ച കാണുമ്പോൾ, വെള്ളിയാഴ്ച കാണുമ്പോൾ മെലിഞ്ഞത് ചോദിക്കലുണ്ട്. എന്താ എനിക്ക് പറ്റി, മെലിഞ്ഞോ? ദീന് മെലിഞ്ഞത് കൂടെ ചോദിക്കുക. അപ്പോൾ ജുമാക്ക് പോയല്ലേ, നിസ്കരിക്കലില്ലേ, എന്താ കുട്ടി എൻ്റെ അവസ്ഥ, എനിക്കെന്തെങ്കിലും വേറെ വിഷമങ്ങളുണ്ടോ? ഇക്കൂട്ടത്തിൽ പരസ്പരമുള്ള വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുക, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. സ്വന്തം കടയിൽ ഒരു സ്ത്രീ വന്ന് അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമാകുന്നു എന്ന് തോന്നിയാൽ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം സഖിയെ മനസ്സിലോർക്കാൻ, അതാണ് തഖ്വ. സ്വന്തം സഖിയെ, സ്വന്തം വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയെ ഓർക്കാൻ ഒരു 2 റുപ്യ 2 റിയാൽ ചിലവാക്കി ഒന്ന് വിളിച്ചാലും കുഴപ്പമില്ല. റസൂലുള്ള പറഞ്ഞതാണത്. അഥവാ തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വന്നാൽ ഉടൻ നിങ്ങളുടെ സ്വന്തം സഖിയെക്കുറിച്ച് ചിന്തിക്കാൻ, സഖിയെക്കുറിച്ച് ആലോചിക്കാൻ, അങ്ങനെ തഖ്വ കൈവിടാതെ സൂക്ഷ്മതയോടുകൂടി തൻ്റേതായ സംസ്കരണത്തോടുകൂടി ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പടക്കധ്വനിയിൽ തൻ്റേതായ ദൗത്യം ഇസ്ലാമിന് വേണ്ടി നിർവഹിക്കുന്ന, ആരോഗ്യം ചെലവഴിക്കുന്ന, പണം ചെലവഴിക്കുന്ന, ചങ്കൂറ്റമുള്ള നട്ടലുള്ള ഇസ്ലാമിക പ്രവർത്തകരായി, ഇസ്ലാഹി പ്രവർത്തകരായി മാറുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ നാഥായി പുണ്യമായ ഭൂമിയിൽ നീ അത് ഞങ്ങൾക്ക് പരലോകത്ത് പുറത്തു തരണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയ വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.